പി.വി. അൻവർ മാപ്പു പറയണമെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ്. നിലമ്പൂരിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പെന്തക്കോസ്തുകാർക്ക് കൃത്യമായി അറിയാം. ഭക്ഷണം കൊടുത്താൽ പുറകെ പോകുന്നവരല്ല പെന്തക്കോസ്ത് വിശ്വാസികളെന്നും യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ് കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടിൽ വ്യക്തമാക്കി. അൻവറിനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ 25 ലക്ഷം പെന്തക്കോസ്ത് വിശ്വാസികളിലും ഒരു 75-80% അതിസമ്പന്നർ തന്നെയാണ്. അതിലെല്ലാ സമുദായങ്ങളിലുള്ളതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാർ കാണും. പക്ഷേ അവരാരും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി ചോറുണ്ണാനും വോട്ട് വിൽക്കാനും അത് പൈസ വാങ്ങിക്കുന്ന പ്രവണതയുള്ളവരല്ല പെന്തക്കോസ്തുകാരെന്ന് അൻവർ മനസ്സിലാക്കണം. നിലമ്പൂരിൽ കൃത്യമായി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കൃത്യമായി ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളത് കൃത്യമായി വോട്ട് ചെയ്യും. അതുമാത്രമല്ല, ഇനി കേരളത്തിൽ കൃത്യമായി ഏത് മുന്നണിയെ സഹായിക്കണമെന്നും ഏത് മുന്നണിക്ക് വോട്ട് കൊടുക്കണമെന്നും കൃത്യമായിട്ട് അറിയാം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനിൽ ജോർജാണ് ചേരുന്നത്. അനിൽ, എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനം തന്നെയാണ് പെന്തക്കോസ്ത് സഭ ഇപ്പോൾ പി.വി. അൻവറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ പെന്തക്കോസ്റ്റൽ സിനഡ് ജോൺ ബ്രിട്ടാസിനെതിരെയും ഇത്തരം അവരുടെ ആരാധനാക്രമങ്ങളെ അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പി.വി. അൻവർ നടത്തിയ പരാമർശത്തിനെതിരെയാണ് പെന്തക്കോസ്റ്റൽ സഭകളുടെ പൊതു കൂട്ടായ്മയായ യുണൈറ്റഡ് സിനഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആരെങ്കിലും ഭക്ഷണം വെച്ച് നീട്ടിയാലോ അല്ലെങ്കിൽ കുറച്ച് കാശ് കൊടുത്താലോ പുറകെ പോകുന്ന ആളുകളല്ല തങ്ങളെന്നും ഇവിടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ പെന്തക്കോസ്ത് വിശ്വാസികളുടെ വോട്ട് കൃത്യമായ വോട്ടെണ്ണം തങ്ങളുടെ കൈവശമുണ്ട്. ആ വോട്ടിൽ കണ്ണും നട്ട് പലതും പറയുന്നുണ്ട്. അത്തരം പറച്ചിലുകൾ ആണ് ഈ പെന്തക്കോസ്ത് സമൂഹത്തിനെതിരെയും ഇപ്പോൾ വിമർശനമായി മുമ്പോട്ട് വരുന്നത്. ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നതും ഏത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്നുള്ളതും സംബന്ധിച്ച് പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് കൃത്യമായി ധാരണയുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള പെന്തക്കോസ്ത് വിശ്വാസികൾ 22 ലക്ഷം വിശ്വാസികൾക്ക് വോട്ടുണ്ട്. ആ വോട്ടുകൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിർണായകമായ ശക്തിയാണെന്നും അവർ അവകാശപ്പെടുന്നു.